കോൺഗ്രസ് രമേശ് ചെന്നിത്തല ദീർഘമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാർക്കാണ് ഇതിൽ പങ്ക് എന്ന രാഷ്ട്രീയ ആരോപണം ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇനിയിപ്പോൾ ഡി മണി ഉൾപ്പെടെയുള്ള പുറത്തുവരുന്ന പുതിയ വിവരങ്ങളിൽ രമേശ് ചെന്നിത്തല പ്രതികരണം എന്താണ്? കൂടുതൽ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിട്ടുണ്ടോ? രതീഷ്, ശബരിമലയിൽ മാത്രമല്ല പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്താൻ ഈ സംഘം അന്താരാഷ്ട്ര മാഫിയ എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ആ സംഘത്തെ വിശേഷിപ്പിക്കുന്നത്. ആ ഒരു സംഘം ആ രീതിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്നെ അമൂല്യമായ നിധി അടക്കാനടക്കം ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പുരാവസ്തുക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ അമൂല്യമായ പല വസ്തുക്കളും ഇത്തരത്തിൽ ടെൻഡർ ചെയ്ത് അല്ലെങ്കിൽ ലേലത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ താൻ കൃത്യമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് ആ ഒരു നീക്കം തടഞ്ഞത്. അതും ഈ ഒരു നീക്കത്തിന്റെ ഈ തട്ടിപ്പ് സംഘത്തിന്റെ സ്വാധീനത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു നീക്കമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയമായി മുഖ്യമന്ത്രി നൽകിയ ഒരു മറുപടിക്ക് അതിനുള്ള ചുട്ട മറുപടി തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സോണിയാഗാന്ധിയുമായി ഈ തട്ടിപ്പ് സംഘത്തിന് ബന്ധമുണ്ടോ എന്നുള്ള പിണറായി വിജയന്റെ ചോദ്യത്തിന് പൊതുവേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ചെവിക്ക് അരികിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് എത്തിച്ചെന്ന് മുഖ്യമന്ത്രിയുമായി സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന പോറ്റിയുടെ ഇടപെടൽ കൂടി അത്തരത്തിലുള്ള ബന്ധങ്ങൾ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെങ്കിൽ പിണറായി വിജയനും പങ്കുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് രമേശ് ചെന്നിത്തല. രതീഷ്, സാരംഗാണ് രമേശ് ചെന്നിത്തല പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, അറസ്റ്റിനുള്ള സാധ്യത ഉൾപ്പെടെ സ്വാഭാവികമായും പരിശോധിക്കപ്പെടുകയാണല്ലോ. ഇയാളുമായി ബന്ധപ്പെട്ട് എത്ര പേരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്? ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണ്? ഡി മണിയുമായുള്ള കണക്ഷൻ എന്താണ്? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? അതിനൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വിഗ്രഹക്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടന്നു എന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം കൂടിയുണ്ട്. ഇത് നേരത്തെ മൊഴിയായി SITക്ക് നൽകിയതാണോ അതോ പുതിയ ആരോപണമാണോ? അക്കാര്യത്തിൽ പ്രത്യേകമായ പരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു കൊള്ളയ്ക്കുള്ള ശ്രമം നടന്നു എന്നൊക്കെയുള്ളത് രമേശ് ചെന്നിത്തലയുടെ പുതിയ ആരോപണമാണ്. ഒരുപക്ഷെ അദ്ദേഹം SITക്ക് നൽകിയ മൊഴിയിൽ അതൊക്കെ നൽകിയിട്ടുണ്ടാകാം. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അന്വേഷണമൊക്കെ നടക്കുകയാണ്. ആദ്യം ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു. അതിനുശേഷം കോടതി ചില അന്വേഷണങ്ങൾ സ്വന്തമായിട്ട് നടത്തി. അതിനുശേഷം അതിനുവേണ്ടി ഒരു SITയെ രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ രമേശ് ചെന്നിത്തല ഇങ്ങനൊരു മൊഴി നൽകുന്നത് വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടും പങ്കജ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ടും ഗോവർദ്ധനുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരവധി അന്വേഷണങ്ങൾ SIT നടത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടങ്ങളിലൊന്നും ഉയർന്നു വരാത്ത ഒരു പേരാണ് ഈ ഡി മണി എന്നുള്ളത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് പുതിയൊരു അറിവാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കാരണം അദ്ദേഹത്തിനും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊടുന്നനെ ഇതറിയാവുന്ന ഒരാൾ, കാരണം ഇതൊരു പ്രത്യേക ഘട്ടത്തിലാണ് അന്വേഷണം വന്നു നിൽക്കുന്നത് എന്ന് ഓർക്കണം. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ഉരുക്കി എന്ന് പറഞ്ഞ് സ്വയം കുറ്റമേറ്റെടുത്ത് നിൽക്കുന്ന 3 പ്രതികൾ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇത് പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന SIT എങ്ങോട്ട് പോയെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥ. ആ സമയത്താണ് രമേശ് ചെന്നിത്തല തനിക്ക് ചില വിവരങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന പലരും കാണും പുറത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർ കൃത്യമായി അവർക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയെ സമീപിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ അറിയാവുന്നവർ തന്നെ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ച വിവരം അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. ഇതിൻ്റെ വിവരങ്ങളൊന്നും പബ്ലിക്കുമായിട്ട് പുറത്തോ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനൊരു വിവരം അന്വേഷണ സംഘത്തിന് കൊടുക്കുന്നു എന്ന കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ മൊഴിയിൽ ഉണ്ടായിരുന്ന പേരാണ് ഡി മണി. ഇനി നമുക്കറിയില്ല, കാരണം ഈ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം വളരെ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് പോലും ലഭിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പേരൊക്കെ ഒരു പക്ഷേ കവർ ചെയ്തുള്ള പേരുകളാകും. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘങ്ങൾ എടുക്കുന്ന ഒരു കവർ ഉണ്ട്. കാരണം ഒരു വിവരം പോലും പുറത്തു പോയാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര ബന്ധം ഇതിനു പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് സുഭാഷ് കപൂറിനെ പോലെയുള്ള സംഘങ്ങൾ. സുഭാഷ് കപൂർ ഇപ്പോൾ ജയിലാണ്. പക്ഷേ നമുക്കറിയാം സുഭാഷ് കപൂറിൻ്റെയൊക്കെ നെറ്റ്വർക്ക് എന്താണ് ലോകത്തെന്നുള്ളത്. ഒരുപക്ഷെ അമേരിക്കയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആൻറ്റിക് കള്ളക്കടത്തുകാരനായിരുന്നു സുഭാഷ് കപൂർ, ഇന്ത്യൻ വംശജനായ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായും ഇതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കും. ഈ അന്വേഷണത്തെ നേരിടാനുള്ള എല്ലാ സംവിധാനവും ആയുധങ്ങളും സ്വരുക്കൂട്ടും. അപ്പോൾ ഒരു വിവരം പോലും പുറത്തു വരാതെ ഒക്കെയുള്ള അന്വേഷണമാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ വന്ന വിവരങ്ങളൊക്കെ ശരിയാവണമെന്നുമില്ല. ശരിയായ പാതയിലാകും രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. ഒരുപക്ഷെ പുറത്തു വരുന്ന വിവരങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് വളരെ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തും എന്നുള്ളത് ആ ഒരു റിസൾട്ടിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം സജീവമായി നടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. സജീവമായി നല്ല നിലയിൽ ശരിയായ ദിശയിൽ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തുവരുന്ന വിവരങ്ങളിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അതിൻ്റെയിലാണ്
ഈ ഡി മണി എന്ന പേരിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. SIT ഇയാളെ കണ്ടെത്തി, ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി എന്നതാണ് പുതിയ വിവരം.